നമസ്കാരം. കഴിവിന്റെ ലോകത്ത് പ്രകാശം പരത്തുന്ന വനിതാ രത്നങ്ങൾ. റെഡ് കാർപ്പറ്റിന്റെ പ്രൗഢിയിൽ ഇന്നിന്റെ പെണ്ണടയാളങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ സ്വീകരണ മുറിയിൽ സ്ഥിരം വന്ന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം ഇഷ്ടം നേടിയ 2 താരങ്ങളെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ഡെല്ല ആൻഡ് സിദ്ധാർത്ഥ്. ഞാനൊന്ന് പകച്ചു പോയി. നിങ്ങൾ ഡാൻസ് കളിക്കുകയോ ഞാൻ ഡാൻസ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കളിക്കാണ്ട് നിൽക്കുകയോ? അതാണ് ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. അപ്പൊ 2 പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാൻ പോവാണ്. എല്ലാ വിശേഷങ്ങളും സത്യസന്ധമായിട്ട്, കള്ളത്തരം ലേശം കലങ്ങാതെ പറയണം. അറിയാൻ പറ്റും. ഇവിടെ ഒരു ബസർ വെച്ചിട്ടുണ്ട്. അപ്പൊ കള്ളത്തരം കാണിക്കരുത്. പിന്നെ ഗെയിംസ് ഒക്കെ കളിക്കണം. അങ്ങനെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സോ തുടങ്ങാം. ഓക്കെ, അപ്പൊ സിദ്ധാർത്ഥ് ഡെല്ല, ഞാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഒരു ഇത് ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഫോൺ നോക്കിയപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് എന്ത് ഗോസിപ്സ് ആണ് ഈ ലോകത്ത് നടക്കുന്നത്. അത് അങ്ങനെ വരുന്നത് എന്തെങ്കിലും, അതായത് എന്തെങ്കിലും സത്യമില്ലാതെ അങ്ങനെ വരുമോ? അതായത് നിങ്ങൾ 2 പേരും കണ്ടോ, നിങ്ങളുടെ മനപ്പൊരുത്തം തെളിയിക്കുന്നതാണ്. 2 പേരും ബ്ലാക്ക് ഇട്ട് വരുന്നു. ആൻഡ് ഞാൻ കണ്ട ഗോസിപ്പിലും അങ്ങനെയാണ്. ഇവരെവിടെ പോയാലും ഒരേപോലെ ഡ്രസ്സ് ഇട്ടേ പോവുള്ളൂ. ഇവരുടെ ഭയങ്കര പ്രണയമാണ്, ഇവരുടെ കണ്ണുകളിൽ എപ്പോഴും പ്രണയമാണ്, അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. സത്യത്തിൽ അങ്ങനെ അതിലൊരു സത്യമുണ്ടോ? നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? നാണം? അയ്യോ എന്റെ പൊന്നു, നാണല്ല ഇത്. ഇത്രോ വർഷം ഇപ്പൊ നമ്മൾ കണ്ടിട്ട് വേണ്ട, നാണം മനസ്സിലാവുന്നുണ്ട്. അയ്യോ അല്ല, ഇനി ഇങ്ങനെ പറയല്ലേ, വേറെ കെട്ടാനുള്ളതാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച് നാണം വരട്ടെ. അയ്യോ സത്യമായിട്ട് അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു, ഈ സിദ്ധാർത്ഥിനോട് നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ വർഷങ്ങളായിട്ട് ഇല്ലാണ്ടിരിക്കുന്നു. വീണ്ടും പൊക്കിയിടല്ലേ? ഞാനല്ല പൊക്കിയെടുത്തത്, ഇൻസ്റ്റഗ്രാം. ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലൊക്കേഷനിൽ വരുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ വരും. പക്ഷെ എങ്ങനെയോ കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ പറയും നിങ്ങൾ 2 പേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല സത്യം, ഇന്നാണെങ്കിൽ കൂടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സീരിയസ്ലി. നമ്മള് കോണ്ടാക്ട്സ് തന്നെ കുറെ ആയി അവിടുന്ന് പോയിട്ട്. അപ്പൊ പ്ലാൻ ചെയ്യാനില്ലായിരുന്നു. അപ്പൊ പക്ഷെ ഇവിടെ വന്നപ്പോ സാധാരണ ആരാണ്? ഡെല്ലയാണോ അതായത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കുശല അന്വേഷിക്കുന്നത്, അതോ സിദ്ധാർത്ഥാണോ? സത്യം പറഞ്ഞ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ല, വിളിയൊന്നുമില്ല. അല്ല, വളരെ കുറവാണ്, വിളിക്കലൊക്കെ വളരെ കുറവാണ്. ശരിക്കും നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും, വേറെ ആരോടെങ്കിലും പ്രേമുണ്ടോ ഡെല്ലയുടെ മനസ്സിൽ? ഒന്നുമില്ല. കല്യാണം കഴിക്കാനുള്ള തീരുമാനം ഒന്നുമില്ല. എനിക്കിപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ നടക്കുന്ന പോലെ തന്നെ നടക്കണം, ഫ്രീ ആയിട്ട് നടക്കണം. എനിക്ക് പ്രേമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, അഭിനയിക്കുന്ന സമയത്ത് ആരാണോ അഭിനയിക്കുന്നത് അവരോട് പ്രേമം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അല്ല, ഫോർ എക്സാമ്പിൾ ഞാൻ ശ്വാസന്റെ ഒരു കാര്യം ഞാൻ പറയാം. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുമിച്ച് ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആ സീൻ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സീരിയസ് ആയിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നന്നായിട്ട് ചെയ്തു. അതിന് ഞാൻ ഇത് പറഞ്ഞു പറയിപ്പിച്ചല്ല, സത്യം, ഞാനായിട്ട് പറഞ്ഞതാണ് സത്യം. പ്രണയത്തെ കുറിച്ച് പെട്ടെന്ന് ഒരു 4 വരി പറയാൻ പറഞ്ഞ എന്തെങ്കിലും പറയാനുണ്ടോ? കവിത വേണമെന്നില്ല, എന്നാലും എന്തെങ്കിലും. പ്രണയം മനോഹരമാണ്, പ്രണയം ഹൃദയ തുടിപ്പാണ്. ലാലേട്ടൻ പറയുന്ന പോലെ പറയേണ്ടി വരും. ഈ ലാലേട്ടൻ പറയുന്ന പോലെ അല്ല, അങ്ങനെയല്ല, സൗണ്ട് ചെറുതായിട്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാലേട്ടനെ അനുകരിക്കുമ്പോൾ വീട്ടിൽ ചേട്ടൻ പറയും കറക്റ്റ് ലാലേട്ടനാണെന്ന് പറയും. ഇപ്പൊ മമ്മൂക്കനെ അനുകരിക്കുമ്പോ ചേട്ടൻ പറയും കറക്റ്റ് ലാലേട്ടനാണെന്ന് പറയും. ഇല്ല, പക്ഷേ ഇതിൽ രണ്ടും അല്ല, സുരേഷ് ഗോപിയാണ്. ഷോട്ടിന്റെ സമയത്ത് എനിക്ക് ഏറ്റവും ചിരി വന്നതിനാണ്, ഞാൻ ചേട്ടന് ഏതൊരു ഡയലോഗ് കഴിഞ്ഞാലും അവസാനം പോകുന്ന ആ ഒരു സുരേഷന്റെ ആ ഒരു സ്റ്റൈൽ. അത് പുള്ളിനെ ആദ്യം അനുകരിക്കാറ് ഭയങ്കര ഇഷ്ടമാണ്, അനുകരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയോ അറിയാണ്ട് വന്നു പോണത് കേട്ടോ. ഇപ്പൊ ഒന്നും അങ്ങോട്ടൊക്കെ പോകുമ്പോ ഒന്ന് ബാക്കിലോട്ട് ഒറ്റ പോക്ക്, അത്രേ ഉള്ളൂ. ഇവരെങ്ങനെ ലാലേട്ടനെ മമ്മൂക്കേനൊക്കെ ചെറിയ ചെറിയ മ്യൂസിക് കിട്ടുന്ന പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ലാലേട്ടന്റെയോ അല്ലെങ്കിൽ മമ്മൂക്കേനെ ചെയ്താലും ലാലേട്ടനാണല്ലോ. അങ്ങനെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതന്നെ. യെസ്, അപ്പൊ പറയാം. ഹേ സവാരി ഗിരിഗിരി, ഹേ ബാഡ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ദ ക്രൗഡ് റേസ് സുബ ദഡ് റോഡിലെ ഹടി വാഗ്രെ. ഹേ പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, എബഡ് കാർത്തികേയൻ.
വൺസ് അഗൈൻ താങ്ക് യു. ഇനി സുരേഷ് ഗോപി ചേട്ടനെ കൂടി കണ്ടാലോ? ഡെല്ല പറയാം, ഡെല്ലയുടെ മനസ്സിലെ ആഗ്രഹമല്ലേ പുള്ളി ഇങ്ങനെ സാധാരണ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്താണ് അതെനിക്ക് അറിയില്ല കേട്ടോ, സൗണ്ടൊന്നും അറിയില്ല, വലിയ പിടിയില്ല. വീണ്ടും പറയാം, എനിക്ക് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എന്തിന് അമ്മയിൽ നിന്ന് പോന്നു എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. അത് മറ്റുള്ളവർ പറയുന്ന പോലെയല്ല. പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല സുരേഷ് ഏട്ടാ. സുരേഷിന്റെ മനസ്സിൽ ഇപ്പൊ എന്താ തോന്നുന്നത്? ഞാൻ വിട്ടു. പക്ഷെ നന്നായിട്ട് വന്നതായിരുന്നു. പക്ഷെ ഞാനാണ് തെറ്റിച്ചത്. പക്ഷെ ആക്ഷനും കൂടെ വന്നാല് ഹൈലൈറ്റ് അടിപൊളിയായിരുന്നു. ഇനി എന്താണ് ഡെല്ലയുടെ കയ്യിൽ എന്താണ് ഇതുപോലെ പുട്ടിന് പീരിടാൻ പോലെ എന്തൊക്കെ കഴിവുകളാണുള്ളത്? ഡെല്ലിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. കുത്തി എടുത്താൽ മതി. അങ്ങനത്തെ കുത്തി എടുക്കാനുള്ള കഴിവുകളൊന്നുമില്ല. എന്നാ പ്രണയത്തെ കുറിച്ച് 5 വാക്ക്. ഇവിടെ നമ്മള് സ്കിപ്പ് ചെയ്യിച്ചു. പ്രണയത്തെ കുറിച്ച് 5 വാക്ക്. എനിക്ക് പ്രണയത്തെ പറ്റി പറയാൻ അറിഞ്ഞു. സ്കൂളിലെ ഫസ്റ്റ് ക്രഷ്, ആ ഓർമ്മയെ കുറിച്ച് പറയൂ. സ്കൂളിലെ ക്രഷ് എല്ലാരോടും തോന്നാറുണ്ടല്ലോ. അവിടെ പോയി. കോളേജിൽ അങ്ങനെ സ്പെഷ്യൽ എന്ന് പറയാൻ ആരും ശരി. ഇഷ്ടമുള്ളൊരു നടൻ, ഡെല്ലിക്ക് ക്രഷ് തോന്നിയ ഒരു നടൻ ഏതാണ് മലയാളത്തിൽ? എനിക്ക് എല്ലാവരും തോന്നാറുണ്ട്. ഞാൻ കുറച്ച് ഇത് തരും, ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് ഒരാളെ മര്യാദയ്ക്ക് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ പ്രശ്നം ഇല്ല. ഞാൻ പറയില്ല. ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിലെ നടന്മാരുടെ ഒരു 3 പേര് പറയും. ഓക്കെ. ടൊവിനോ, കുഞ്ചാക്കോ ബോബൻ, DQ. ഇതിൽ 3 പേരിലും ക്രഷ് തോന്നിയ ഒരു നടൻ. അങ്ങനെയാണ് എനിക്ക് DQ മതി. മഴനില കുളിരുമായി വേനൽ. അല്ല, അപ്പൊ ശരിക്കും ശ്വാസം ഈ പാട്ട് പാടിയത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? DQ-നെ. ശരിക്കും അല്ല, ശരിക്കും അപ്പൊ സ്വാസിയുടെ ഫസ്റ്റ് ക്രഷോ? എന്റെ പൃഥ്വിരാജ്. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്രഷ് പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെ എന്റെ ക്രഷ് പൃഥ്വിരാജ്. സിനിമയിലെ അല്ലാതെ? സിനിമയിലെ അല്ലാണ്ട് ജീവിതത്തിലോ? അത് ഡെല്ലിനെ പോലെ കുറെ പേരുണ്ട്. പറയാൻ പറ്റില്ല. ഞാൻ തന്നെ മറന്നു പോവാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആൾക്കാരായിരിക്കും എനിക്ക് പൃഥ്വിരാജ് എന്നങ്ങ് പറയാം. അടിപൊളി. അപ്പൊ ഇനി പറയോ, ഇനി ലോക്ക്ഡൌൺ സമയത്താണെങ്കിലും എങ്ങനെയായിരുന്നു അത്യാവശ്യം വർക്ക്ഔട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ? ലോക്ക്ഡൌണില് കുറച്ച് ഇളവുകളൊക്കെ വന്ന സമയത്ത് ജിമ്മിലൊക്കെ പോവാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് പോയി ഒരു പേഴ്സണൽ ട്രെയിനർ വെച്ചു. എന്നിട്ട് ചെയ്തു. എന്നിട്ടൊരു ഞാൻ എണ്ണി 1, 2, 3, 4 വരെ വന്നു. 4 വരെ വന്നു. പിന്നെ ലോക്ക്ഡൌൺ ആയി. പിന്നെ അത് ഒറ്റ പാക്കായി. ഇപ്പൊ എത്ര പാക്ക് ഉണ്ട്? ആരും കണ്ട 1 പാക്കാണ്. സിംഗിൾ പാക്ക് ആയിട്ടാണ്. ആ മസിൽ 6 പാക്ക് കാണിക്കാൻ പറ്റുമോ? ഒന്നുമില്ലെന്നേ. മസിൽ ഉണ്ടല്ലോ. മസിലുണ്ട്, ഇവിടേക്ക് ഉണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും മസിൽ ഉണ്ടോ? 1 പാക്ക് ആണെന്ന് കാണാം. 6 പാക്ക് ആണെന്ന് ഞാൻ മര്യാദയ്ക്ക് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും കേട്ടോ. ചിരിപ്പിക്കരുത്. മ്യൂസിക് വിത്ത് ബോഡി ഷോ എന്ന് കേട്ടിട്ടില്ല? ഭയങ്കര ഹിറ്റാണ് ഭാരതം. എന്നാൽ അത് ഒന്ന് കാണിച്ചു നോക്കട്ടെ എന്താണെന്നുള്ളത്. എന്താണ് ശരിക്കും ഇപ്പോ? ചിരിക്കല്ലേ? ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽ. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? പറയുന്ന പോലെ കള്ളത്തരല്ല, എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഈ റെഡ് കാർപ്പറ്റിന് വന്നൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഗെയിംസ് കളിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? തീർച്ചയായിട്ടും. നല്ല നല്ല ഗെയിമുകൾ, വെറൈറ്റി ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ. ഡെല്ലി എങ്ങനെയാണ്? കളിക്കാം. റെഡിയാണ്. അപ്പൊ കറുപ്പും ഇട്ട് ഇവര് എന്റെ കൂടെ ഗെയിം കളിക്കാൻ, ഷട്ടിൽ കളിക്കാൻ റെഡിയാണ്. അപ്പോ സിദ്ധാർത്ഥ്, ഡെല്ല, ഇത് കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഗെയിം പ്രോപ്പർട്ടി കേട്ടോ. ഇത് വെച്ചിട്ട് നിങ്ങൾ ഷട്ടിൽ കളിക്കാൻ അറിയാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് അടിപൊളിയായിട്ട് അറിയാമെന്നറിയാം. പക്ഷെ അത് എനിക്ക് ഇവിടെ കാണണ്ട. പിന്നെ എനിക്ക് കാണേണ്ടത് അതിന്റെ വേറെ പരിണാമപ്പെടുത്തിയിട്ടുള്ളൊരു സാധനം ഞാൻ പരിണാമ സിദ്ധാന്തം പോലെ. അതെ, അത് ഞാൻ റെഡിയാക്കി ഇടുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അവിടെ കാണുന്ന ബാസ്ക്കറ്റ് വേണ്ടോ, ആ ബാസ്ക്കറ്റിലേക്ക് ഒരു ഷോട്ടിൽ ഇങ്ങനെ വീഴണം. അപ്പൊ ഇതേപോലെ തന്നെ ബാസ്ക്കറ്റ് ഇങ്ങോട്ട് വരുമോ? നമ്മളടിക്കുന്നിടത്ത് ഈ ബാസ്ക്കറ്റ് വരും. ഇല്ല, അതായത് ഡെല്ല പിടിച്ച പോലെ പിടിക്കരുത്. ഡെല്ല പിടിച്ചോണ്ടാണ് ഞാൻ തെറ്റിച്ചത്. ഞാൻ കറക്റ്റ് ഇവിടെ വരാൻ തുടങ്ങിയതാ. അതിങ്ങനെ അടിച്ചത് ഇവിടെ ഇങ്ങനെ വീഴണം. അവിടെ ആരെങ്കിലും നിൽക്കുവോ? അവിടെ ആരും നിൽക്കില്ല. 1 മിനിറ്റ് സമയത്തില് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 8 എണ്ണാണെന്നുള്ളത് അത് തീർക്കണം. ആദ്യം സിദ്ധാർത്ഥ് തന്നെ കളിക്കട്ടെ. കാരണം സിദ്ധാർത്ഥിനാണ് ആവേശം ഇങ്ങനെ ഇരിക്കുന്നത്. ആവേശമായിട്ട് കാര്യമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ റെഡിയാണോ? പറയട്ടെ, റെഡിയാണോ? റെഡി. 1, 2, 3 മ്യൂസിക്.
ഏകദേശം അടുത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ കിട്ടുമായിരിക്കും. ഒട്ടും കിട്ടത്തില്ല അന്നേരം. എടി ഡെല്ല് ബാസ്കറ്റ് എടുത്തിട്ട് കുറച്ച് എവിടേക്ക് പോകുന്നത്? വേണ്ട, എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ട? ബാസ്കറ്റ് എടുത്തിട്ട് ഞാൻ അടിക്കണോട് ഈ ബാസ്കറ്റ് ഉണ്ടോ? പറ്റില്ല, അത് പറ്റില്ല. ആരാണാവോ ഈ ഞാൻ? ഏകദേശം നമ്മൾ തട്ടിയില്ലേ? അതിപ്പോ എവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നതാ? അല്ല അത് സംഭവം തീർന്നു, അറിയോ? കഴിഞ്ഞോ? സംഭവം തീർന്നു. ഇനി ഡെല്ല എത്ര അല്ല, ഒരാൾ പോരെ, ഇനി ഞാൻ കളിക്കണോ? പണിഷ്മെന്റ് നിനക്ക് കൂടെ വേണം. താങ്കൾ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാനാണോ? പിന്നെ ഞാൻ എത്ര വീഴ്ത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, പറയണ്ട. പക്ഷെ നമുക്ക് നോക്കാം. ഒരെണ്ണം വീഴ്ത്തിയാലും നമ്മൾ ജയിക്കും കേട്ടോ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഡെല്ല റെഡി? 1 2 3 മ്യൂസിക്. ഇപ്പൊ ശരിയായി തരാം. ഒരു പൊന്നാട പോയി. അയ്യോ, അതിപ്പോ വീണത്. എനിക്ക് തോന്നുന്നു. ആഹാ, സൂപ്പർ സൂപ്പർ. ഇതെനിക്ക് ഇല്ല, കിട്ടും, പക്ഷെ കിട്ടും. ഇല്ലേ? ഇവര് രണ്ടുപേരും, അതായത് എനിക്കറിയാം ഡെല്ല വിചാരിച്ചു ഞാൻ ആദ്യം ഡെല്ല വിചാരിച്ചു ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എങ്ങാനും സിദ്ധാർത്ഥേട്ടന് വിഷമായാലോ എന്ന് വിചാരിച്ചു ഡെല്ല തോറ്റു വന്നു. സിദ്ധു വിചാരിച്ചു ഇനി ഞാൻ എങ്ങാനും ചെയ്തിട്ട് ഡെല്ല എങ്ങാനും വിട്ടില്ലെങ്കിൽ ഡെല്ലയ്ക്ക് വിഷമാവുമല്ലോ. അതുകൊണ്ട് മാത്രം എല്ലാത്തിലും തോറ്റു നിൽക്കുന്ന നമ്മുടെ സിദ്ധുവിന്റെ ഒരു അടിപൊളി ഡാൻസ് കാണാം. ഡാൻസ് ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവളുണ്ട്. ഉണ്ട്. ഇത് പണിഷ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മള് സിദ്ധു ഡെല്ലയുടെ പുറകെ ഇങ്ങനെ പാടി പാടി മാനസമൈനേ വരൂ എന്നുള്ള പാട്ടല്ല, ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ എന്നുള്ള അന്ന് ഡെല്ല പറയുമ്പോ സിദ്ധു എങ്ങനെയായിരിക്കും ഡെല്ലന്റെ മനസ്സ് മാറ്റി 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 ചെയ്യുക. അപ്പൊ ആദ്യം ഒരു ചെറിയൊരു പ്രപ്പോസൽ, അതിനുശേഷം ഒരു റിജക്ഷൻ, അതിനുശേഷം നിങ്ങൾക്ക് ഒന്നാവണോ രണ്ടാവണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് അത് എങ്ങനെ നേരിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനതൊരു ആക്ഷനിലൂടെ ഞാൻ അത് ചെയ്ത് കാണിക്കാം. ഐ ലവ് യു. എനിക്കിഷ്ടമല്ല. എനിക്ക് പറ്റില്ല. ഒരു പെണ്ണ് ഇതിലപ്പുറം എന്ത് ചെയ്യും ഞാൻ? എനിക്കിത് കണ്ടപ്പോ എന്താ വെച്ചാൽ ടോം ആൻഡ് ജെറിയില് ടോം ജെറീനെ ഇട്ട് ഓടിക്കുന്നുണ്ട്. ഭയങ്കര ഓട്ടം. ജെറി ആണെങ്കിൽ ഓടി 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 ടോമിനെ വലച്ച് ഇങ്ങനെയാണ് തളർന്നു പോയി. അല്ല അങ്ങനെയല്ല, ഈ പാട്ടിന് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പാട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലെന്നാണെങ്കിൽ ചിലപ്പോൾ വേറെ തരത്തിലായിരിക്കും. പക്ഷെ ആദ്യത്തെ പ്രപ്പോസലും പിന്നെ അതിനുശേഷം വേറെ എൻറ്റയർലി വേറെ ഭാവത്തിലേക്ക് നിങ്ങൾ മാറിയതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ പൂ ഞാൻ എന്തായാലും എടുക്കുകയാണ്. അവൾ എന്തായാലും റിജക്ട് ചെയ്തു. ഞാൻ മാത്രമേ ഉള്ളൊരു പെൺ തരും. അപ്പൊ ഡെല്ല സിദ്ധാർത്ഥ്, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത്, നമ്മളിപ്പോ ഗെയിം കളിച്ച് കുറച്ച് ഫണ്ണായിട്ട് പോയല്ലോ, ഇനി നിങ്ങളുടെ ഈ കരിയറിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ഡ്രീം, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കരിയർ ചൂസ് ചെയ്തത്, അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം എന്തായാലും ഉണ്ടാവും.
ഡെല്ല പറയൂ, ഡെല്ല എങ്ങനെയാണ് ആദ്യം വന്നത്? സീരിയലായിരുന്നോ അത് സിനിമയായിരുന്നോ, എങ്ങനെയായിരുന്നു? ഇല്ല, സീരിയലിലൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ഫസ്റ്റിൽ ഒരു ഷോയാണ് ചെയ്തത്, ഒരു റിയാലിറ്റി ഷോ ചെയ്തു. ഷോയിലെ കണ്ടസ്റ്റന്റാ ആയിരുന്നു അത്. ആക്ടിങ്ങിന്റെ ഷോ ആയിരുന്നു. അതൊരു 2000 പേരുടെ ഒരു ഷോ ആയിരുന്നു. അത് ടോപ്പ് 12 എത്തിയതായിരുന്നു ആ ഷോ കണ്ടിന്യൂ ആയിട്ട് പോയത്. അപ്പോൾ അങ്ങനെ എത്തി. അവിടുന്ന് നേരെയാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത്. ഇപ്പൊ ഹാപ്പിയാണോ? ഈ ഒരു കരിയർ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളിപ്പോ ഓക്കെ നല്ല രീതിയിലാണ് പോകുന്നത്, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, നന്നായിട്ട് തന്നെയുണ്ട്. അടിപൊളി, അതാണല്ലോ നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും. സിദ്ധു പറയൂ, സിദ്ധുവിന്റെ ഒരു കരിയറിലേക്ക് എങ്ങനെയായിരുന്നു? പണ്ട് മുതൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നടനാവണം എന്നുള്ളത്? 2ാം ക്ലാസ് മുതലുണ്ട്. 2ാം ക്ലാസ് മുതൽ എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ. ആ സമയത്ത് എന്തോ ഒരു ഷോർട്ട് ഫിലിമിലേക്ക്, നമ്മുടെ ശരത്തേട്ടൻ അഭിനയിച്ച ഷോർട്ട് ഫിലിം, അതിലേക്ക് ഫോട്ടോ അച്ഛനെയും കൂടി പോയിട്ട് എടുത്തതൊക്കെ നല്ല ഓർമ്മയിലുണ്ട്. പിന്നെ അവിടെ തൊട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഇതിലേക്ക് ആവണം. ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ശരിക്കും. അപ്പം അങ്ങനെ കോളേജസിലൊക്കെ ഇങ്ങനെ നാടകത്തിലൊക്കെ ജോയിൻ ചെയ്ത് ബെസ്റ്റ് ആക്ടർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ നടനും പ്രൊഡ്യൂസറുമായിട്ടുള്ള അരുൺ ചേട്ടൻ, എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ ആണ്. അരുൺ ഘോഷ് ചേട്ടൻ. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ആളുടെ അനിയൻ എൻ്റെ ഫ്രണ്ടാണ് അരുൺ ഘോഷ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാണ് ലാസ്റ്റ് ഒരു ലക്ഷ്യം. ഞാൻ അങ്ങനെ പാടില്ല, അത്യാവശ്യമൊക്കെ പാടും. ഒരു ആൽബം ഞാൻ നേരിട്ട് പ്ലേബാക്ക് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കമ്പനിയായിട്ട് ശ്വാസിക്കുകയും കൂടി ഒന്ന് പാട്. ഞാനും ശ്രമിക്കാം. ഞാനൊരു പാട്ടുകാരനല്ല, ഞാൻ ശ്രമിക്കാം. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയെന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ, കല്ലായി കടവത്ത് കാറ്റൊന്നും മിണ്ടിയില്ല, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. ഈ പാട്ട് ഇങ്ങനെയും പാടാമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഈ പാട്ട് നമ്മൾ ഇങ്ങനെ പാടിയപ്പോൾ എനിക്ക് വേറൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അതായത് ഒരു ഗെയിമർ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മളിപ്പോൾ ഈ പാട്ട് പാടിയല്ലോ, നമ്മൾ പാടിയതേ ഈ പാട്ടിന്റെ ട്യൂണല്ല, അത് വേറെ കാര്യം. പക്ഷെ ഡെല്ല ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഡെല്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പാടിയ പാട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ പാട്ട് ഉണ്ടല്ലോ, ആ ട്യൂണിനോട് ഒരു ബന്ധമില്ലാതെ ഈ പാട്ട് പാടണം. 4 വരി. റെഡി? ട്യൂൺ ഒന്നും, ഈ ട്യൂൺ വേണ്ട, വേറെ ട്യൂൺ. കല്ലായി കടവത്തെ പ്രത്യേകിച്ച് ട്യൂണൊന്നുമില്ല. സിദ്ധുവിന് പറ്റുമോ? നമുക്ക് ചെറിയൊരു മണിമാരൻ വരുമെന്ന് ചൊല്ലി. അത് നല്ലത്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ പാട്ടിനും ഡെല്ലയുടെ പാട്ടിനും എല്ലാവർക്കും ചേർന്ന് നമ്മളൊരു ഗംഭീര കൈയ്യടി കൊടുക്കുകയാണ്.